നമസ്കാരം. പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിച്ചുകൊണ്ട് പുറത്തിറക്കിയ AI വീഡിയോ കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണ്? രാഷ്ട്രീയവും മനുഷ്യത്വമില്ലായ്മയും സാങ്കേതിക വിദ്യയും എല്ലാം ഒരുമിച്ച് ചേർന്നാൽ എന്ത് സംഭവിക്കും? ബീഹാർ പ്രദേശ് കോൺഗ്രസ് ആണ് പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിച്ചുകൊണ്ട് ഒരു AI ജനറേറ്റഡ് വീഡിയോ പുറത്തിറക്കിയത്. കോൺഗ്രസ് ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ അമ്മയെ അവഹേളിക്കുന്നത്. ഈ അടുത്തിടെ തന്റെ അമ്മയെ ആക്ഷേപിക്കുകയും അധിക്ഷേപപരമായി പരാമർശിക്കുകയും ചെയ്തതിനെക്കുറിച്ച് വളരെ വികാരാധീനായി പ്രധാനമന്ത്രി തന്നെ പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയത്തിലില്ലാത്ത മരിച്ചുപോയ തന്റെ അമ്മയെ അനാവശ്യമായി അധിക്ഷേപിക്കുന്നതിലൂടെ ഇന്ത്യയിലെ എല്ലാ അമ്മ പെങ്ങന്മാരെയും കോൺഗ്രസ് അധിക്ഷേപിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ഒരു വേള പറഞ്ഞിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് അവരുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ 36 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പുതിയ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയായ ഹീരാബെൻ മോദിയുടെ രൂപം പോലെയുള്ള കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നു. സാഹിബ് സ്വപ്നത്തിൽ അമ്മയെ കാണുന്നു എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മകന്റെ സ്വപ്നത്തിൽ അമ്മയുടെ രൂപം വരികയും നിന്റെ രാഷ്ട്രീയത്തിൽ എന്റെ പേരും മരണമടഞ്ഞ എന്റെ ഓർമ്മകളും വോട്ട് പിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ വിശദീകരണം അവഹേളനമല്ല ഇതിലൂടെ ലക്ഷ്യം വെച്ചത് എന്നും പൊളിറ്റിക്കൽ കമന്ററി മാത്രമായിരുന്നു ഉദ്ദേശം എന്നുമാണ്. ഒരു അമ്മ തന്റെ മകനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് അത് അവതരിപ്പിച്ചത് എന്നാണ് ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലായപ്പോൾ അവരെടുത്ത നിലപാട്. പക്ഷേ BJPയുടെ പ്രതികരണം തീർത്തും വ്യത്യസ്തമാണ്. മരണമടഞ്ഞ ഒരു അമ്മയുടെ ഓർമ്മകളെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കുന്നത് മാന്യതയ്ക്കും രാഷ്ട്രീയ സംസ്കാരത്തിനും ചേർന്നതല്ല എന്നാണ്. കോൺഗ്രസ് എല്ലാവിധ പരിധികളും ലംഘിച്ചിരിക്കുന്നു എന്നും BJP ആരോപിക്കുന്നുണ്ട്. BJP നേതാക്കൾ കോൺഗ്രസിനെ ഗാലിവാടി പാർട്ടി എന്ന് വിശേഷിപ്പിച്ച് ശക്തമായി പ്രതികരിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ദർഭംഗയിലെ പ്രതിപക്ഷ റാലിയിൽ പ്രധാനമന്ത്രി മോദിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അധിക്ഷേപിക്കുന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയത് വലിയ ചർച്ചയായിരുന്നു. അതിനെതിരെ പ്രധാനമന്ത്രി തന്നെ പ്രതികരിച്ചത്, എന്റെ അമ്മയ്ക്ക് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധമില്ല, അവർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നില്ല, അമ്മമാരെയും സഹോദരിമാരെയും പുത്രിമാരെയും രാഷ്ട്രീയ ആക്രമണത്തിനായി ഉപയോഗിക്കരുത് എന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി. BJP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന് കേന്ദ്ര സർക്കാരിനെയും ബീഹാർ സർക്കാരിനെയും നേരിട്ട് ചോദ്യം ചെയ്യാൻ ഒന്നും ഇല്ലാത്തതിനാലാണ് ഇത്തരം നെഗറ്റീവ് പ്രചാരണത്തിലേക്ക് അവർ നീങ്ങുന്നത് എന്നും ഭരണപരാജയങ്ങൾ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനും ജനങ്ങളുടെ മുന്നിൽ സ്വന്തം രാഷ്ട്രീയ പ്രാധാന്യം അവതരിപ്പിക്കാനും ബീഹാറിലെ ജനങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിനെയോ INDA സഖ്യത്തെയോ തിരഞ്ഞെടുക്കണം എന്ന് വിശദീകരിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിൽ സ്വന്തം നിലപാടുകൾ തുറന്നു പറയാൻ കഴിയാതെ മോദിയുടെ അമ്മയെ ആക്രമണത്തിന് ഉപയോഗിക്കുന്നത് എന്നുമാണ് BJPയുടെ ആരോപണം. ഇത്തരം സംഭവങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. AI ഡീപ് ഫേക്ക് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ നിയമപരവും മാനവികവുമായ പരിധികൾ എവിടെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ മരിച്ചുപോയ ഒരമ്മയുടെ ഓർമ്മകളെയും സ്ത്രീകളുടെ മാന്യതയെയും രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ആയുധമാക്കേണ്ടത് സമൂഹം അംഗീകരിക്കേണ്ട കാര്യമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പ്രചാരണങ്ങൾ കൂടി വരും. പക്ഷേ AI ദുരുപയോഗവും നെഗറ്റീവ് പ്രചാരണവും നിയന്ത്രിക്കാൻ സമൂഹവും നിയമവ്യവസ്ഥയും കർശനമായി ഇടപെടേണ്ടത് അനിവാര്യമാണെന്ന് ഇന്നത്തെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു. ഒടുവിൽ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ അമ്മമാരുടെ ഓർമ്മകളെയും കുടുംബ ബന്ധങ്ങളെയും അപമാനിക്കാമോ? അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും ചില പരിധികൾ കാത്തു സൂക്ഷിക്കണം? ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിനും സംസ്കാരത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ഉത്തരമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.